പ്രിയോട്ടികളെ ക്വസ്റ്റ്യൻ നമ്പർ 13 മുതലാണ് നമുക്കിനി പഠിക്കേണ്ടത്. എ പാർട്ട് എന്താണ്? സോൾവ് എക്സ് സ്ക്വയർ മൈനസ് എസ് പ്ലസ് 1 ഈക്വൽ ടു 0. സെക്കൻഡ് ഡിഗ്രി സോൾവ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചതാണ്. എസ് സ്ക്വയർ മൈനസ് എസ് പ്ലസ് 1 ഈക്വൽ ടു 0 എടുത്തെഴുതി. A1 B എക്സിൻ്റെ കോയിഫിഷ്യൻ്റായ -1 C കോൺസ്റ്റൻ്റ് ആയ 1. അപ്പോൾ എ എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റായ +1 B -1 C 1 എടുത്തെഴുതിയിട്ട് നമ്മുടെ ഫോർമുല എക്സ് ഈസ് ഇക്വൽ ടു -b ± √b² - 4ac/2a. അല്ലാതെ ഇത്രയും ഭാഗം മാത്രം എഴുതിയാൽ പോരാ. ഇവിടുത്തെ വേരിയബിൾ എക്സ് ഈസ് ഈക്വൽ ടു എന്നും പറഞ്ഞാണ് എഴുതേണ്ടത്. -b ± √b² - 4ac/2a. അപ്പോൾ -b പോസിറ്റീവ് 1 വരുന്നു, b നെഗറ്റീവ് 1 ആയതുകൊണ്ട് -b പോസിറ്റീവ് 1 ± √b² -1ൻ്റെ സ്ക്വയർ 1 -4 × a × c 1 × 1 2 × a 2 × 1. അപ്പോൾ 1 ± റൂട്ടിനകത്ത് 1 - 4/2 1 ± റൂട്ടിനകത്ത് -3/2. നമുക്കത് i ഇട്ട് എഴുതാം. 1 ± √3i/2. ഇത് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാനുണ്ടായിട്ട് 1/2 + √3/2 i ആണ് ഒരു ആൻസർ. 1/2 - √3/2 i ആണ് രണ്ടാമത്തെ ആൻസർ. അങ്ങനെ ഈ സെക്കൻഡ് ഡിഗ്രി സോൾവ് ചെയ്തപ്പോൾ നമുക്ക് 2 റൂട്ട് കിട്ടിയിട്ടുണ്ട്. രണ്ടും കോംപ്ലക്സ് റൂട്ടുകളാണ്, i ഉള്ള നമ്പേഴ്സാണ്. കൺവേർട്ട് ദി റൂട്ട്സ് ഓഫ് ദി എബോവ് ഇക്വേഷൻ ഇൻ പോളാർ ഫോം എന്നാണ്. ഈ 2 റൂട്ടിനെയും പോളാർ ഫോമിലേക്ക് മാറ്റുക. ആദ്യം നമുക്ക് ആദ്യത്തെ ഈ 1/2 + √3/2 i z എന്ന് പേരിട്ട് എഴുതാം. ZS + IY ആണല്ലോ, ഈക്വൽ ടു 1/2 + √3/2 i. അപ്പോൾ ഇങ്ങേ സൈഡിലും ഒരു കോംപ്ലക്സ് നമ്പർ, അങ്ങേ സൈഡിലും ഒരു കോംപ്ലക്സ് നമ്പർ. 2 കോംപ്ലക്സ് നമ്പർ ഈക്വലായിട്ട് വരുമ്പോൾ രണ്ടിലെ റിയൽ പാർട്ട് x = ആയിരിക്കും, ഇമാജിനറി പാർട്ട് y √3/2 ആയിരിക്കും. ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ i ഉള്ള ഭാഗം i ഇല്ലാതെ പറയുന്നതാണ്. അപ്പോൾ y √3/2 ആണ് ഇമാജിനറി പാർട്ട്. ഇവിടെ i ഉള്ള ഭാഗം i ഇല്ലാതെ പറയുന്ന y ആണല്ലോ ഇമാജിനറി പാർട്ട്. ഈ സൈഡിലാണെങ്കിൽ i ഉള്ള ഭാഗം i ഇല്ലാതെ പറയുന്ന √3/2 ആണല്ലോ ഇമാജിനറി പാർട്ട്. അപ്പോൾ രണ്ട് സൈഡിലെ ഇമാജിനറി പാർട്ട് തുല്യം ചെയ്യുമ്പോൾ y = √3/2. ഇനി നമ്മുടെ പോളാർ ഫോം ഇതാണ്. z = r × cos θ + i sin θ. അതിൽ ആറും കാണണം, നമ്മൾ തീറ്റയും കാണണം. 6 കാണാനൊരു ഫോർമുലയുണ്ട്. mod z √x² + y². √x² എടുത്തപ്പോൾ 1/4 വന്നു, y² എടുത്തപ്പോൾ 3/4 വന്നു. അപ്പോൾ റൂട്ടിനകത്ത് 1 വന്നിട്ട് 1 കിട്ടി. cos θ x/r ആണ്, അതായത് 1/2/1, അതായത് 1/2. sin θ y/r ആണ്, അതായത് √3/2/1 √3/2. cos θ പോസിറ്റീവ് 1/2, sin θ √3/2 വരുന്ന തീറ്റ 60 ഡിഗ്രിയാണ്. അത് നമുക്ക് റേഡിയോമെട്രി പറയുമ്പോൾ π/3 180/3 ആണല്ലോ 60 ഡിഗ്രി. അപ്പോൾ π/3. ഇനി therefore പോളാർ ഫോം ഈസ് z = 1 × cos π/3 + i sin π/3 എന്ന് നമുക്ക് ആൻസർ എഴുതാം. രണ്ടാമത്തെ നമ്മുടെ റൂട്ട് 1/2 - √3/2 i ആയിരുന്നു. ലെറ്റ് z = 1/2 - √3/2 i. ZS + IY എന്നെടുത്തു. 1/2 - √3/2 i. therefore x = 1/2 y = -√3/2. അവിടെ ശ്രദ്ധിക്കണം, i ഉള്ള ഭാഗം i ഇല്ലാതെ പറയുമ്പോൾ നെഗറ്റീവും കൂടി ഉൾപ്പെടെ വരും. അവിടെ -√3/2 ആണ്. ഈ RHS കിടക്കുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ ഇമാജിനറി പാർട്ട് നെഗറ്റീവാണ്. LHS കിടക്കുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ ഇമാജിനറി പാർട്ട് y ആണ്. അപ്പോൾ 6 കാണാൻ പോവുകയാണ്. mod z √x² + y². √1/4 + 3/4 ആണല്ലോ, അപ്പോൾ 1 കിട്ടി. cos θ x/r 1/2/1 1/2. sin θ y/r -√3/2/1 -√3/2. നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക. കോസ് പോസിറ്റീവ് വിലയാണ്, സൈൻ പക്ഷേ നെഗറ്റീവ് വിലയാണ്. നമ്മൾ പണ്ടൊരു എക്സ് അക്ഷം വൈ അക്ഷം വരച്ച് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ഇവിടെ, സെക്കൻഡ് ഇവിടെ, തേർഡ് ഇവിടെ, ഫോർത്ത് ഇവിടെ, ഇവിടെ A S T C. അപ്പോൾ കോസ് പോസിറ്റീവ് വരുന്ന സ്ഥലം എന്ന് പറയണത് ഫോർത്തിലാണ്. ഫോർത്തിൽ വരുന്ന ആംഗിൾ വലിയ ആംഗിളാണ്. 270 ഡിഗ്രിക്കും 360 ഡിഗ്രിക്കും ഇടയ്ക്കുള്ള ആംഗിൾ. അങ്ങനെയല്ല ഇത് ഈ ആൻസർ വരുന്നത്. കാരണം നമുക്ക് ഈ തീറ്റ -180 ഡിഗ്രി ക്കും +180 ഡിഗ്രിക്ക് ഇടയ്ക്ക് വരുന്നുണ്ടല്ലോ നമ്മുടെ തീറ്റ. അപ്പോൾ ഈ ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കോസ് തീറ്റ പോസിറ്റീവ് വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഫോർത്ത് ക്വാഡ്രൻറ്റിലെ ഒരു ആംഗിൾ ഈ കണക്കിന് ആൻസർ വരില്ല. കാരണം -180ക്കും +180ക്കും ഇടയ്ക്കാണ് നമ്മൾ തീറ്റ വരേണ്ടത്. -180 ഉൾപ്പെടെ
പോസിറ്റീവ് 180 വരെ ഉള്ള ആംഗിളാണ് തീറ്റയ്ക്ക് വരേണ്ടത്. ഏറ്റവും ആദ്യം നമ്മളത് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പുറകോട്ടൊന്ന് പോയി കാണിച്ചു തരാം. ഈ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ് തീറ്റ ഇപ്പോൾ നെഗറ്റീവ് 180 ഡിഗ്രി ലെസ് താൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് താൻ 180 ഡിഗ്രി, നേരെ തിരിഞ്ഞു പോയി, നെഗറ്റീവ് 180 ഡിഗ്രി ലെസ് താൻ തീറ്റ ലെസ് താൻ ഓർ ഈക്വൽ ടു 180 ഡിഗ്രി എന്നാണ്. നെഗറ്റീവ് 180 ഡിഗ്രിയേക്കാൾ വലുതും പോസിറ്റീവ് 180 ഡിഗ്രി ഉൾപ്പെടെ അതിനേക്കാൾ ചെറുതും, ഇവിടെയാണ് ഉൾപ്പെടെ എടുക്കേണ്ടത്. അങ്ങനെയുള്ളൊരു തീറ്റയാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഇതല്ലേ നമ്മുടെ എക്സ് അക്ഷം വൈ അക്ഷം വരച്ചിട്ട് ഫസ്റ്റ് ക്വാഡ്രൻറ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ASTC. അപ്പോൾ കോസ് പോസിറ്റീവ് വരുന്ന ഫോർത്തിലാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, 270 ഡിഗ്രിക്കും 360 ഡിഗ്രിക്കും ഇടയ്ക്കുള്ള ആംഗിൾസ് അല്ലേ ഇവിടെ വരുള്ളൂ. അങ്ങനെ ഒരു ആംഗിൾ നമ്മുടെ ഈ കണക്കിൻ്റെ ആൻസർ വരില്ല. കാരണം പോസിറ്റീവ് 180 ഡിഗ്രി ഉൾപ്പെടെ അതിൽ താഴെ നിൽക്കണം, നെഗറ്റീവ് 180യേക്കാൾ കൂടി നിൽക്കണം നമ്മുടെ ആംഗിൾ തീറ്റ. അപ്പോൾ ഈ ഫോർത്തിലെ ആംഗിൾ കൊണ്ട് എടുക്കാൻ പറ്റില്ല. 270നേക്കാൾ വലുതും 360നേക്കാൾ ചെറുതുമായിട്ടുള്ള ആംഗിൾ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ, അത് എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഇവിടുത്തെ ആംഗിൾ എടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലത്തിൽ കോസ് പോസിറ്റീവും സൈൻ നെഗറ്റീവുമാണ്. കോസ് പോസിറ്റീവ് വരുന്ന സ്ഥലം ഇവിടെയാണ്. ഇവിടെയും കോസ് പോസിറ്റീവാണ്, പക്ഷേ ഇവിടെ എല്ലാം പോസിറ്റീവാണ്. ഓൾ ആർ പോസിറ്റീവ്, എ ആണ് അക്ഷരം, ഓൾ ആർ പോസിറ്റീവ്. അപ്പോൾ സൈനും കൂടി പോസിറ്റീവ് ഇവിടെ കയറി വന്നു. അപ്പോൾ അത് അവിടെയത്തെ ആംഗിൾ അല്ലല്ലോ നമ്മുടെ ആൻസർ. പിന്നെ നോക്കിയപ്പോൾ കോസ് പോസിറ്റീവ് വരുന്നത് ഈ ഫോർത്തിലാണ്. അതെങ്ങാനും ആണോ എന്ന് നോക്കിയപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു നമുക്ക് അത് പറ്റില്ല. കാരണം പോസിറ്റീവ് 180 ഡിഗ്രി ഉൾപ്പെടെ അതിന് താഴെ നിൽക്കണം നമ്മുടെ ആംഗിൾ. 270ക്കും 360ക്കും ഇടയ്ക്ക് ഫോർത്തിലെ ആംഗിൾ വരുള്ളൂ. അതുകൊണ്ട് ആ ആൻസർ നമ്മുടെ പോക്കാണ്, അതല്ല ആൻസർ. ഇനിയിപ്പോൾ എന്നാ കാണിക്കുമെന്ന് വെച്ചാൽ കോസ് പോസിറ്റീവും സൈൻ നെഗറ്റീവും വന്നപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടുത്തെ വില ഒന്ന് ശ്രദ്ധിക്കുക. നെഗറ്റീവും പോസിറ്റീവ് സൈൻ നമുക്ക് ഇപ്പോൾ മൈൻഡ് ചെയ്യേണ്ട. വിലയൊന്ന് ശ്രദ്ധിക്കുമ്പോൾ കോസ് തീറ്റ കിടക്കുന്നത് പോസിറ്റീവ് 1/2 ആണ്. സൈൻ തീറ്റ കിടക്കുന്നത് നെഗറ്റീവ് √3/2 ആണ്. നെഗറ്റീവ് മൈൻഡ് ചെയ്യാതെ കോസ് 60 ഡിഗ്രിയാണ് 1/2, സൈൻ 60 ഡിഗ്രിയാണ് √3/2. ആ 60 ഡിഗ്രിക്ക് നെഗറ്റീവ് ആംഗിൾ എടുത്താൽ -60 ഡിഗ്രി എടുത്താൽ കോസ് -60 ഡിഗ്രിയാണ് തീറ്റയ്ക്ക് വരുന്നതെങ്കിൽ കോസ് മൈനസ് തീറ്റ, കോസ് തീറ്റ എന്നൊരു ഫോർമുലയുണ്ട്. ഇതൊക്കെ ട്രിഗ്നോമെട്രിയിലെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണ്. കോസ് മൈനസ് തീറ്റ കോസ് തീറ്റ തന്നെയാണ്. അപ്പോൾ ഈ തീറ്റ നമുക്ക് -60 ഡിഗ്രി എടുത്താൽ പ്രശ്നമില്ല. കാരണം കോസ് -60 ഡിഗ്രി കോസ് 60 ഡിഗ്രിയാണ്, അത് 1/2 തന്നെയാണ്. സൈൻ -60 ഡിഗ്രി സൈൻ 60 ഡിഗ്രി എന്നാണ്. സൈൻ മൈനസ് തീറ്റ സൈൻ തീറ്റയാണ്. സൈൻ നെഗറ്റീവ് ആംഗിളിന് എടുക്കുമ്പോൾ ആ നെഗറ്റീവ് സൈൻ ഫ്രണ്ടിലേക്ക് വരും, സൈൻ തീറ്റ എന്ന് വരും. അപ്പോൾ മൈനസ് ആ ആൻസറിൽ കാണും. പക്ഷേ കോസ് നെഗറ്റീവ് ആംഗിളിന് എടുക്കുമ്പോൾ കോസ് പോസിറ്റീവ് ആംഗിളിന് എടുക്കുന്ന അതേ ഫലം തന്നെയാണ് വരുന്നത്. അപ്പോൾ -60 ഡിഗ്രിയാണ് നമ്മുടെ ഈ കണക്കിലെ തീറ്റ. അപ്പോൾ കോസ് -60 ഡിഗ്രി കോസ് 60 ഡിഗ്രി തന്നെ വരുന്നതുകൊണ്ട് 1/2 എന്ന ആൻസർ ശരിയായിട്ട് വരുന്നു. സൈൻ -60 ഡിഗ്രി സൈൻ 60 ഡിഗ്രി എന്ന് വരുന്നതുകൊണ്ട് -√3/2 ശരിയായി വരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ നമ്മുടെ ആംഗിൾ -60 ഡിഗ്രിയാണ്, അത് -π/3 എന്നെഴുതാമല്ലോ. അപ്പോൾ -180യേക്കാൾ വലുതും +180 ഡിഗ്രി ഉൾപ്പെടെ അതിനേക്കാൾ ചെറുതുമായിരിക്കണം നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് തീറ്റ. അങ്ങനെ തന്നെ കിട്ടി. പോളാർ ഫോം ഈസ് Z = R1 ആയിരുന്നു. 1 × cos -π/3 + I sin -π/3. നെഗറ്റീവ് ആംഗിളാണ് വരുന്നതെങ്കിൽ ഒരു ചെറിയ ബ്രാക്കറ്റിൽ സെപ്പറേറ്റ് കാണിക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ 13ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഡിഗ്രി സോൾവ് ചെയ്യാനായിരുന്നു. അത് നിങ്ങൾക്കറിയാം. ഈ കിട്ടിയ 2 റൂട്ടും നമുക്ക് പോളാർ ഫോമിൽ മാറ്റേണ്ടതായിട്ട് വന്നു. ആദ്യത്തേൽ കോസ് തീറ്റ പോസിറ്റീവ് 1/2 സൈൻ തീറ്റ √3/2 അന്ന് പണ്ടൊരു കണക്കിൽ വന്നതാണ്. തീറ്റ 60 ഡിഗ്രി പഠിച്ചതാണ് നിങ്ങൾ π/3. രണ്ടാമത്തേൽ കോസ് തീറ്റ പോസിറ്റീവ് 1/2 വന്നു, സൈൻ തീറ്റ -√3/2 വന്നു. ആദ്യത്തെ ഇതുമായിട്ട് ഈ സൈൻ തീറ്റയ്ക്ക് ഒരു നെഗറ്റീവ് സൈൻ വന്നെന്ന് മാത്രം. അപ്പോൾ ആംഗിൾ -60 ഡിഗ്രി ആയിപ്പോയി. ആദ്യത്തേൽ 60 ഡിഗ്രി, ഇവിടെ -60 ഡിഗ്രി ആയിപ്പോയി. അങ്ങനെ നമുക്ക് പോളാർ ഫോം കിട്ടി. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ if a + ib × c + id × e + if a + ib ആണ്. അതായത് ഇതൊരു കോംപ്ലക്സ് നമ്പർ, ഇത് വേറൊരു കോംപ്ലക്സ് നമ്പർ, ഇത് മൂന്നാമതൊരു കോംപ്ലക്സ് നമ്പർ, 3 കോംപ്ലക്സ് നമ്പർ കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു കോംപ്ലക്സ് നമ്പർ കിട്ടി. 2 കോംപ്ലക്സ് നമ്പർ തമ്മിൽ ആദ്യം ഗുണിക്കും. അപ്പോൾ നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പറായിട്ട് ആ ആൻസർ മാറും. ആ ഒരു കോംപ്ലക്സ് നമ്പർ അടുത്ത കോംപ്ലക്സ് നമ്പറായിട്ട് ഗുണിക്കും. ഫലത്തിൽ വീണ്ടും അത് ഒരു കോംപ്ലക്സ് നമ്പറായിട്ട് മാറും. ഏതായാലും ഇങ്ങനെ കിട്ടി. ഷോ ദാറ്റ് a² + b² × c² + d² × e² + f² = a² + b² എന്നാണ് ക്വസ്റ്റ്യൻ.
നമുക്ക് ഒരു ഫോർമുലയുണ്ട്. മോഡുലസ് ഓഫ് Z1 Z2 സമം മോഡ് Z1 ഇൻറ്റു മോഡ് Z2. ഈ Z1 Z2 എന്നുള്ളത് ഓർമ്മയോട് Z3 വന്നാലും ഇതുപോലെ തന്നെ തുടരാം. മോഡ് Z1 Z2 Z3 സമം മോഡ് Z1 ഇൻറ്റു മോഡ് Z2 ഇൻറ്റു മോഡ് Z3. അപ്പോൾ 3 കോംപ്ലക്സ് നമ്പർ ഗുണിച്ചിട്ട് അതിൻ്റെ മോഡുലസ് എടുത്താലും ഓരോന്നിൻ്റെയും മോഡുലസ് എടുത്ത് ഗുണിച്ചാലും ഫലത്തിൽ സെയിം ആണെന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് A+IB ഇൻറ്റു C+ID ഇൻറ്റു E+IF A+IB എന്ന് തന്നേക്കുവാണ്. അപ്പോൾ നമുക്ക് ഓരോന്നിനും മൊത്തത്തിൽ മോഡുലസ് എടുക്കുന്ന LHS ഈ 3 കൂടി ഗുണിച്ച് കിട്ടുന്നത് ഒരു കോംപ്ലക്സ് നമ്പറാണ്. അതിൻ്റെ മോഡുലസ് എടുക്കുകയാണ്. അപ്പോൾ അങ്ങേ സൈഡിൽ കിടക്കുന്ന ആ കോംപ്ലക്സ് നമ്പറിനും മോഡുലസ് എടുത്താൽ മതി. ഇതൊരു ഇക്വേഷനാണ്. ഈക്വൽ ടു സൈൻ ഇട്ട് വന്നത് ഒരു ഇക്വേഷൻ്റെ 2 സൈഡും ചെയ്യുന്ന ക്രിയയാണ്. 2 സൈഡും മോഡുലസ് എടുക്കുക. ആ ക്രിയ ചെയ്യാം. അത് നമ്മൾ ചെയ്തു. ഇനി 3 കോംപ്ലക്സ് നമ്പർ ഒന്നിച്ച് ഗുണിച്ചതിൻ്റെ മോഡുലസ് എടുക്കേണ്ടത് എങ്ങനെയാണ്? ഓരോന്നിൻ്റെയും മോഡുലസ് എടുത്ത് ഗുണിച്ചാൽ മതി. മോഡ് A+IB ഇൻറ്റു മോഡ് C+ID ഇൻറ്റു മോഡ് E+IF. 2 വെച്ചാണ് നമ്മുടെ ഫോർമുല. ഒരു Z3 കൂടി ഉണ്ടെങ്കിൽ പോലും മോഡുലസ് ഓഫ് Z1 Z2 Z3 സമം മോഡ് Z1 ഇൻറ്റു മോഡ് Z2 ഇൻറ്റു മോഡ് Z3 എന്ന് എഴുതാവുന്ന കാര്യമുള്ളൂ. 4 കോംപ്ലക്സ് നമ്പർ ഇങ്ങനെ വന്നാലും അതും ഇതുപോലെ തന്നെ എഴുതാവുന്ന കാര്യമുള്ളൂ. അപ്പം മോഡ് ഓഫ് A+IB ഇൻറ്റു C+ID ഇൻറ്റു E+IFനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ മോഡ് A+IB ഇൻറ്റു മോഡ് C+ID ഇൻറ്റു മോഡ് E+IF എന്ന് എഴുതാൻ പറ്റും. ഈക്വൽ ടു അങ്ങേ സൈഡ് മോഡ് A+IB. ഇനി എങ്ങനെയാണ് മോഡുലസ് എടുക്കണേ? മോഡുലസ് എടുക്കണേ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. റൂട്ടിനകത്താണ്. പിന്നെ സ്ക്വയറിങ് അങ്ങ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. സ്ക്വയറിങ് ഒരു ഇക്വേഷൻ്റെ 2 സൈഡും ചെയ്യാവുന്ന ക്രിയയാണ് സ്ക്വയറിങ്. അപ്പോൾ മോഡ് A+IBക്ക് സ്ക്വയർ എടുത്തു, മോഡ് C+IDക്ക് സ്ക്വയർ എടുത്തു, മോഡ് E+IFന് സ്ക്വയർ എടുത്തു. അപ്പോൾ അങ്ങേ സൈഡിൽ മോഡ് A+IBക്ക് സ്ക്വയർ എടുത്തു. LHSന് സ്ക്വയർ എടുക്കുമ്പോൾ ഓരോന്നിനും എടുക്കണം. യഥാർത്ഥത്തിൽ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് വെറും ഒരു സംഖ്യയാണ്. സംഖ്യയുടെ സ്ക്വയർ എടുക്കുകയാണ്. 3 സംഖ്യ ഗുണിക്കുമ്പോൾ സ്ക്വയറിങ് ചെയ്യുമ്പോൾ 3ന് സ്ക്വയർ എടുക്കണമല്ലോ. അതുപോലെ അങ്ങേ സൈഡിലും ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് എടുത്തപ്പോൾ ഒരു നമ്പറാണ്, അതിൻ്റെ സ്ക്വയർ എടുത്തു. എന്താണ് മോഡ് A+IB സ്ക്വയർ? മോഡുലസ് ഓഫ് A+IB എന്ന് പറയുന്നത് റൂട്ട് ഓഫ് A² + B² ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ. മോഡുലസ് ഓഫ് C+ID എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് C² + D² ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ. മോഡുലസ് ഓഫ് E+IF എന്ന് പറയുന്നത് റൂട്ട് ഓഫ് A² + F² ആണ്. അതിൻ്റെ സ്ക്വയർ. മോഡുലസ് ഓഫ് A+IB എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ക്യാപിറ്റൽ A² + B² ആണ്. അതിൻ്റെ സ്ക്വയർ. അപ്പോൾ എടുത്തപ്പോൾ എന്ത് കിട്ടി? സ്ക്വയർ റൂട്ടും സ്ക്വയറും കൂടെ ക്യാൻസലായിപ്പോട്ടെ. A² + B² ഇൻറ്റു C² + D² ഇൻറ്റു E² + F² ഈക്വൽ ടു A² + B² എന്ന് നമ്മളോട് അവരെ തെളിയിക്കാൻ ആവശ്യപ്പെട്ട റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റി. ഒന്നാമത് പറഞ്ഞുതരാം. നമുക്കിങ്ങനെ ഒരു ഫോർമുലയുണ്ട്. ഇങ്ങനെയൊരു കാര്യം നമുക്ക് അവർ തന്നിട്ടുണ്ട്. 2 സൈഡ് മോഡുലസ് എടുത്തു. ഒരു ഇക്വേഷൻ്റെ 2 സൈഡ് എടുക്കാവുന്ന ഒരു ക്രിയയാണ്. 2 സൈഡ് മോഡുലസ് എടുക്കുക. 3 കോംപ്ലക്സ് നമ്പർ ഒന്നിച്ച് ഗുണിച്ചിട്ട് മോഡുലസ് എടുക്കുന്നതിനെ ഓരോന്നിൻ്റെയും മോഡുലസ് എടുത്ത് ഗുണിക്കുന്നതാക്കി മാറ്റാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെയാക്കി അങ്ങേ സൈഡ് അതേപടി തന്നെ എഴുതി. ഇനി ഇതൊരു ഇക്വേഷൻ ആയതുകൊണ്ട് സ്ക്വയറിങ് എന്നൊരു ക്രിയ 2 സൈഡും ചെയ്തു. അപ്പോൾ ഇതിന് സ്ക്വയറിങ്, ഇതിന് ഓരോന്നിനും സ്ക്വയറിങ്. കാരണം ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് ഒരു സംഖ്യയാണ്, സംഖ്യയ്ക്ക് സ്ക്വയർ. ആ രീതിയിൽ. ഇനി മോഡ് A+IB എന്ന് പറയുന്നത് റൂട്ട് ഓഫ് A² + B² ആണ്. അതിൻ്റെ സ്ക്വയർ. അടുത്തത് റൂട്ട് ഓഫ് C² + D² ആണ്. അതിൻ്റെ സ്ക്വയർ. അടുത്തത് റൂട്ട് ഓഫ് E² + F² ആണ്. അതിൻ്റെ സ്ക്വയർ. RHSലാണെങ്കിൽ റൂട്ട് ഓഫ് A² + B² ആണ്. അതിൻ്റെ സ്ക്വയർ. അപ്പോൾ എന്ത് കിട്ടി? A² + B² ഇൻറ്റു C² + D² ഇൻറ്റു E² + F² ഈക്വൽ ടു A² + B². പിന്നെ നമ്മുടെ പല പ്രാവശ്യം കണ്ട സ്ക്വയർ റൂട്ട് കാണാനുള്ള ഒരു ക്വസ്റ്റ്യനാണ് 1+i. നിങ്ങൾക്കറിയാമല്ലോ ഇങ്ങനെ ഒരു ഫോർമുല. റൂട്ട് ഓഫ് A+IB സമം ± റൂട്ട് ഓഫ് A + mod Z/2 ± i ഇൻറ്റു റൂട്ട് ഓഫ് -A + mod Z/2. അങ്ങനെ നിങ്ങൾക്ക് ഒരു ഫോർമുലയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ Z1+i എന്നാണ്. അപ്പോൾ A 1 ആണ്, ബിയും 1 ആണ്. റിയൽ പാർട്ട് A + IB രൂപമായത്. അപ്പോൾ A റിയൽ പാർട്ട് 1 ആണ്, ബി ഇമാജിനറി പാർട്ടും 1 ആണ്. അപ്പോൾ മോഡ് Z കാണാൻ റൂട്ട് ഓഫ് A² + B² റൂട്ട് ഓഫ് 1² + 1² റൂട്ട് 2 ആണ്. ഇനി നമുക്ക് റൂട്ട് ഓഫ് 1+i ചെയ്യാം. ഈക്വൽ ടു ± റൂട്ടിനകത്ത് എയുടെ സ്ഥാനത്ത് 1 പ്ലസ് റൂട്ട് 2/2 ± i ഇൻറ്റു റൂട്ട് ഓഫ് -1 പ്ലസ് റൂട്ട് 2/2. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഇമാജിനറി പാർട്ട് പോസിറ്റീവാണ്. അതുകൊണ്ട് ചൂസ് സെയിം സൈൻ ഫോർ റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് എന്നാണ്. അതുകൊണ്ട് റൂട്ട് ഓഫ് 1+iയുടെ ആൻസർ ഇവിടം പ്ലസ് എടുക്കുമ്പോൾ ഇവിടെയും പ്ലസ് എടുക്കുക, ഇവിടെ മൈനസ് എടുക്കുമ്പോൾ ഇവിടെ മൈനസ് എടുക്കുക. അപ്പോൾ
റൂട്ട് ഓഫ് 1 പ്ലസ് റൂട്ട് 2 ബൈ 2 പ്ലസ് ഐ ഇൻറ്റു റൂട്ട് ഓഫ് -1 പ്ലസ് റൂട്ട് 2 ബൈ 2 ഒരു ആൻസർ. ആൻഡ് ഇവിടെ നെഗറ്റീവ് എടുക്കുകയാണ്. നെഗറ്റീവ് റൂട്ട് ഓഫ് 1 പ്ലസ് റൂട്ട് 2 ബൈ 2, ഇപ്പോൾ ഇവിടെ നെഗറ്റീവ് മൈനസ് ഐ ഇൻറ്റു റൂട്ട് ഓഫ് -1 പ്ലസ് റൂട്ട് 2 ബൈ 2. അങ്ങനെ പോസിറ്റീവിന് പോസിറ്റീവും നെഗറ്റീവിന് നെഗറ്റീവും എടുത്ത് നമ്മൾ 2 ആൻസർ എഴുതി. ഈ 14ാമത്തെ കണക്ക് വിഷമമെന്ന് പറയാൻ പറ്റുമോ? കാരണം നമ്മൾ സ്ക്വയർ റൂട്ട് കോംപ്ലക്സ് നമ്പറിൻ്റെ പഠിച്ചതാണ്. എഴുതേണ്ട രീതി കറക്റ്റായിരിക്കാം. നിങ്ങൾ ഇത് മാത്രം എഴുതി വെച്ചിട്ട് കാര്യമില്ല. LHS റൂട്ട് ഓഫ് എ പ്ലസ് ഐ ബി എന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ റൂട്ട് കാണാനുള്ള ഫോർമുലയാണിത്. നമ്മുടെ കോംപ്ലക്സ് നമ്പർ Z1 പ്ലസ് ഐ ആണെങ്കിൽ ഇത് എ പ്ലസ് ഐ ബി രൂപമാണ്. അപ്പോൾ എയും ബിയും ഇവിടെ നിന്ന് കിട്ടും. റിയൽ പാർട്ട് എ, ഇമാജിനറി പാർട്ട് ബി കറക്റ്റായിട്ട് എഴുതണം. മോഡ് Z റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അങ്ങനെ എഴുതി കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം ഇതിലേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. എയുടെ വില ഇവിടെ കിടപ്പുണ്ട്. അങ്ങനെ കറക്റ്റായിട്ട് എഴുതി പോകണം. ഇമാജിനറി പാർട്ട് ഓഫ് 1 പ്ലസ് ഐ പോസിറ്റീവ്, ദെയർഫോർ ചൂസ് സെയിം സൈൻ ഫോർ റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ്. നമുക്ക് കിട്ടിയ ആൻസറിൻ്റെ റിയൽ ആൻഡ് ഇമാജിനറി പാർട്സിന് സെയിം സൈൻ എടുക്കുക. അതായത് ഇവിടെ പോസിറ്റീവ്, ഇപ്പോൾ ഇവിടെയും പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവിന് ഇവിടെ നെഗറ്റീവ്. ഇനി എ പാർട്ട് വിഷമമെന്ന് പറയാൻ പറ്റുമോ? കാരണം ഞാൻ പറഞ്ഞു തന്നില്ലേ, എത്ര കോംപ്ലക്സ് നമ്പർ വേണമെങ്കിലും ഒന്നിച്ച് ഗുണിച്ചിട്ട് മോഡുലസ് എടുക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ കോംപ്ലക്സ് നമ്പറിൻ്റെയും മോഡുലസ് എടുത്ത് ഗുണിച്ചാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യം ഇതാണ്. ഈ സൈഡും ആ സൈഡും 2 സൈഡും മോഡുലസ് എടുക്കുകയാണ്. എങ്ങനെ മോഡുലസ് എടുക്കും? സെപ്പറേറ്റ് മോഡുലസ് എടുത്ത് ഗുണിക്കും. ഇനി ഇതൊരു ഇക്വേഷൻ ആയതുകൊണ്ട് സ്ക്വയറിങ് എന്നൊരു ക്രിയ നമുക്ക് 2 സൈഡും ചെയ്യാം. ഓരോന്നിൻ്റെ സ്ക്വയർ. എങ്ങനെയൊരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് കാണുന്ന റൂട്ട് ഓഫ് റിയൽ സ്ക്വയർ പ്ലസ് ഇമാജിനറി സ്ക്വയർ, അതിൻ്റെ സ്ക്വയർ, അങ്ങനെ എല്ലായിടത്തും ചെയ്ത് ഇപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ആൻസറിലേക്ക് വന്നു ചേരാൻ പറ്റി. 14 കഴിഞ്ഞു. 15 മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ Z ഈസ് 2. എന്താണ് മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ Z? 6 ആണ് 2. ആർഗ്യുമെൻറ്റ് ഓഫ് Z π/3. എന്നത് ആർഗ്യുമെൻറ്റ് ഓഫ് Z തീറ്റ. റൈറ്റ് ദി കോംപ്ലക്സ് നമ്പർ ഇൻ ദി ഫോം a പ്ലസ് ഐ ബി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ 6 നമ്മുടെ ഈ മോഡുലസ് 2, തീറ്റയാണ് π/3. ഇത് രണ്ടും വെച്ച് നമുക്ക് Z ഈസ് ഇക്വൽ ടു R ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന പോളാർ ഫോമിലാണ് എഴുതാൻ പറ്റുള്ളൂ. Z ഈസ് ഇക്വൽ ടു 2 ഇൻറ്റു കോസ് π/3 പ്ലസ് ഐ സൈൻ π/3. ഈ ഫോർമുലയിൽ ആറിൻ്റെ സ്ഥാനത്ത് 2 ഇട്ടു, തീറ്റയുടെ സ്ഥാനത്ത് π/3 ഇട്ടു. Z ഈസ് ഇക്വൽ ടു 2 ഇൻറ്റു കോസ് 60 ഡിഗ്രി 1/2 പ്ലസ് ഐ ഇൻറ്റു സൈൻ 60 ഡിഗ്രി √3/2. അപ്പോൾ 2 ക്യാൻസലായി പോയിട്ട് 1 പ്ലസ് ഐ √3 എന്ന് കിട്ടി. Z ഈസ് ഇക്വൽ ടു 1 പ്ലസ് ഐ √3. അതാണ് Z ഈസ് ഇക്വൽ ടു എ പ്ലസ് ഐ ബി ഫോം. ഈ 2 ഓരോന്നിലേക്കും ഗുണിക്കുമ്പോൾ 2 ഭാഗത്തുമുള്ള ഡിനോമിനേറ്റർ 2 ക്യാൻസലായി പോകും. അടുത്ത ക്വസ്റ്റ്യൻ, സ്ക്വയർ റൂട്ട് ഓഫ് ദി എബോവ് കോംപ്ലക്സ് നമ്പർ കാണുക. അതായത് ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ റൂട്ട് കാണുക. റൂട്ട് ഓഫ് എ പ്ലസ് ഐ ബി സമം പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എ പ്ലസ് മോഡ് Z ബൈ 2 പ്ലസ് ഓർ മൈനസ് ഐ ഇൻറ്റു റൂട്ട് ഓഫ് മൈനസ് എ പ്ലസ് മോഡ് Z ബൈ 2 എന്നൊരു ഫോർമുല നമുക്കുണ്ട്. എ 1 ആണ്, ബി √3 ആണ്. അപ്പോൾ മോഡ് Z 6 റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അന്ന് ഞാൻ എഴുതിയില്ല, ചുമ്മാ എഴുതി. എന്തിനാന്ന് വെച്ചാൽ 6 2 ഇവർ തന്നിട്ടില്ലേ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എഴുതിയെന്നേ ഉള്ളൂ. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ചെയ്താലും റൂട്ട് ഓഫ് 1 പ്ലസ് 3 √4 2 ആണല്ലോ കിട്ടുന്നത്. പിന്നെ ഇതിനെ ക്വസ്റ്റ്യനിൽ തന്നെ, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ എഴുതിയെന്ന് മാത്രം. മോഡിൽ തന്നിട്ടുണ്ടല്ലോ മോഡുലസ് 2 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 1 പ്ലസ് ഐ √3 സമം പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എ 1 പ്ലസ് 2/2 പ്ലസ് ഓർ മൈനസ് ഐ ഇൻറ്റു റൂട്ട് ഓഫ് -1 പ്ലസ് 2/2. അപ്പോൾ എന്നാ കിട്ടി? പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 3/2 പ്ലസ് ഓർ മൈനസ് ഐ ഇൻറ്റു റൂട്ട് ഓഫ് 1/2. ഇനി ഇമാജിനറി പാർട്ട് ഓഫ് Z ഈസ് ഇക്വൽ ടു 1 പ്ലസ് ഐ √3 ഈസ് പോസിറ്റീവ്. Therefore choose same sign for real and imaginary parts. Therefore root of 1 plus I √3 സമം root of 3/2 plus I root of 1/2 and minus root of 3/2 minus I root of 1/2. ഇനി 16 സോൾവ് എ സ്ക്വയർ പ്ലസ് ടി എസ് പ്ലസ് 5 ഈസ് ഇക്വൽ ടു 0. സെക്കൻഡ് ഡിഗ്രി സോൾവ് ചെയ്യാൻ A1 B 3s C5 x ഈസ് ഇക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a minus 3 plus or minus root of 9 minus 4 into 1 into 5 by 2 into 1 minus t plus or minus റൂട്ടിനകത്ത് 9 minus 20/2 minus t plus or minus റൂട്ടിനകത്ത് minus 11/2 minus t plus or minus root 11i/2. അത് വളരെ എളുപ്പം. ഇനി നമുക്ക് 13 14 15 16
16 എന്നാ അതൊരു കണക്കായിട്ട് തന്നെ കൂട്ടണ്ട. 17 കൺസിഡർ ഇസഡ് ഈസ് ഇക്വൽ ടു 1+i/1 - i അതിനെ a+ib ഫോമിൽ പറയുക എന്ന് വെച്ചാൽ ഈ ഡിവിഷൻ എന്ന ക്രിയേറ്റ് ചെയ്യുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇസഡ് ഈസ് ഇക്വൽ ടു 1+i/1 - i നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡിവിഷൻ വരുമ്പോൾ അത് അതേപടി എഴുതിയിട്ട് താഴെ കിടക്കുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് കോഞ്ചുഗേറ്റ് എന്താണോ അതിട്ട് മുകളിലും താഴെയും ഗുണിക്കുക. അപ്പോൾ 1+i/1 - i അങ്ങനെ തന്നെ ഇട്ടിട്ട് താഴെ കിടക്കുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് എന്താണ് 1+i, കാരണം ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ മാറ്റുന്നു 1+i അത് തന്നെ ഇട്ട് മുകളിലും താഴെയും ഗുണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ക്വസ്റ്റിന് വില വ്യത്യാസം വരുന്നില്ല. അപ്പോൾ താഴെ കിടക്കുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ടാണ് അതിനെ വീണ്ടും ഗുണിക്കേണ്ടത്. മുകളിലും താഴെ ഇട്ടത് ഗുണിക്കണം. 1+i² ഇത് 1+i × 1+i 1+i² എന്ന് എഴുതാം. പക്ഷേ ഇത് a - b × a+b² - ആണ്. 1+i² എന്താണ് 1² + i² + 2 × 1 × i / 1 - -1 അതായത് 2. അപ്പോൾ മുകളിൽ 1 ഇത് -1 ആയി i² -1 + 2i ക്യാൻസലായി 2a/2 i കിട്ടി. i എന്ന് പറഞ്ഞാൽ പറ്റില്ല, 0 + 1i 0 + ഇതിന് റിയൽ പാർട്ട് ഇല്ല, അപ്പോൾ 0 എന്ന് കൊടുക്കണം. 0 + ഇത് 1i ആണ്. അങ്ങനെ എഴുതുമ്പോഴാണ് a+ib ഫോമിൽ വരുള്ളൂ. അപ്പോൾ ഇസഡ് 0 + 1i a+ib ഫോമിൽ പറഞ്ഞാൽ 0 + 1i എന്ന് പറഞ്ഞാലേ പറ്റുള്ളൂ i. ഇനി ഇത് -i ആയിരുന്നെങ്കിലോ 0 - 1i എന്ന് എഴുതണം. ഇനി ഒരു പടം തന്നിട്ട്, ഇത് കഴിഞ്ഞ വർഷത്തെ പബ്ലിക് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ശ്രദ്ധിക്കണം. ഇത് ഒരു പടം തന്നിട്ടുണ്ട് അവർ. ഇൻ ദി ഫിഗർ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് 1. റേഡിയസ് ഓഫ് ദ സർക്കിൾ 1. റൈറ്റ് ദി പോളാർ ഫോം ഓഫ് ദി കോംപ്ലക്സ് നമ്പർ റെപ്രസെൻറ്റഡ് ബൈ പി ആൻഡ് ക്യൂ. ഈ പിയിൽ ഒരു കോംപ്ലക്സ് നമ്പർ വന്നിട്ടുണ്ട്, ക്യൂവിൽ വേറെ കോംപ്ലക്സ് നമ്പർ വന്നിട്ടുണ്ട്. രണ്ട് കോംപ്ലക്സ് നമ്പറും ഡേം പോളാർ ഫോം പറയുക. ഈ പി കിടക്കുന്ന കോംപ്ലക്സ് നമ്പർ എന്ന് പറയുമ്പോൾ അതിൻ്റെ മോഡുലസ് ഒറിജിനിൽ നിന്നുള്ള ഈ ദൂരമാണ് മോഡുലസ് 1. റേഡിയസ് ഓഫ് ദ സർക്കിൾ 1 ആയതുകൊണ്ട് മോഡുലസ് 1 ആണ് പി വന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ. പിന്നെ പോസിറ്റീവ് എക്സ് അക്ഷത്തിൽ നിന്ന് പിയിലേക്ക് വരുന്ന ആംഗിളാണ് ആർഗ്യുമെൻറ്റ് തീറ്റ. പോസിറ്റീവ് എക്സ് അക്ഷത്തിൽ നിന്ന് ഇങ്ങോട്ട് എത്രയുണ്ട് തീറ്റ 90 ഡിഗ്രി ഉണ്ട്. അപ്പോൾ r1ഉം തീറ്റ 90 ഡിഗ്രിയും വെച്ച് നമുക്ക് പോയിൻ്റ് പി റെപ്രസെൻറ്റിങ് എ കോംപ്ലക്സ് നമ്പർ വിത്ത് r1 ആൻഡ് തീറ്റ π/2. r1 ആണ് റേഡിയസ്, ഇതാണ് ഒയിന്ന് പിയിലേക്കുള്ള ദൂരം, അതാണ് മോഡുലസ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ അറ്റ് പി. അപ്പോൾ r1 ആണത്. കൂടാതെ പോസിറ്റീവ് എക്സ് അക്ഷത്തിൽ നിന്ന് പിയിലേക്കുള്ള ആംഗിൾ, ഈ ഒ പിയിലേക്കുള്ള ആംഗിൾ ഒ പി എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റിലേക്ക് വരുന്ന ആംഗിൾ 90 ഡിഗ്രി, അത് തീറ്റ ആയിട്ട് എടുത്തുകൊണ്ട് നമുക്ക് പോളാർ ഫോം പറയാം. ഇസഡ് ഈസ് ഇക്വൽ ടു r × cos θ + i sin θ. ഇസഡ് ഈസ് ഇക്വൽ ടു 1 × cos 90 ഡിഗ്രി π/2 + i sin π/2. ഇനി പോയിൻ്റ് ക്യൂവിൽ വരുന്നത് OQ ആണ് അവിടുത്തെ മോഡുലസ്. ക്യൂവിൽ വരുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ അത് 1 ആണ്, കാരണം റേഡിയസ് ഓഫ് ദ സർക്കിൾ. പോസിറ്റീവ് എക്സ് അക്ഷത്തിൽ നിന്ന് OQ എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റിലേക്ക് വരുന്ന ആംഗിൾ 45 ഡിഗ്രിയാണ്, അതാണ് തീറ്റ. അപ്പോൾ r1 തീറ്റ 45 ഡിഗ്രി. 45 ഡിഗ്രിയെ നമ്മൾ പറയേണ്ടത് 180 ഡിഗ്രി / 4 ആണ്, അതായത് π/4. പോളാർ ഫോം ഈസ് ഇസഡ് ഈസ് ഇക്വൽ ടു 1 × r സ്ഥാനത്ത് 1 × cos π/4 + i sin π/4. ഭയങ്കര എളുപ്പമാണ്. നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പർ എവിടെ വരുന്നോ അതിലേക്ക് ഒറിജിനിൽ നിന്നുള്ള ദൂരമാണ് ആ കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ്. പോസിറ്റീവ് എക്സ് അക്ഷത്തിൽ നിന്ന് അങ്ങനെ നമ്മൾ വരയ്ക്കുന്ന OQ എന്ന് പറയുന്ന രേഖാണ്ഡത്തിലേക്ക് പോസിറ്റീവ് എക്സ് അക്ഷത്തിൽ നിന്ന് ഒരു ആംഗിൾ വരും, അതാണ് തീറ്റ ആർഗ്യുമെൻറ്റ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഇനി ഒരു സി പാർട്ടിട്ടുണ്ട്, √i കാണുക. എന്തൊരു എളുപ്പം, ഐയെ നമ്മൾ 0 + 1i എന്ന് എഴുതുക. അപ്പോൾ √i √0 + 1i ആണ് കാണേണ്ടത്. അപ്പോൾ √a + ib എന്ന് പറഞ്ഞാണ് നമ്മുടെ ഫോർമുല. ± √a + mod z/2 ± i × √-a + mod z/2. ഈ എ എന്ന് പറയുന്നത് 0 ആണ്, ബി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ മോഡിസിൻ്റെ √a² + b² √1, അതായത് 1. അപ്പോൾ √0 + 1i ഈസ് ഈക്വൽ ടു, ഈ സ്ഥാനത്ത് നമ്മുടെ ചോദ്യം കയറ്റിയിട്ടു ±√. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ a+ib എന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ റൂട്ട് കാണാൻ ഇങ്ങനെയൊരു ഫോർമുലയുണ്ട്. അപ്പോൾ 0 + 1i എന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ റൂട്ട് കാണാൻ ±a സ്ഥാനത്ത് 0 കൊടുക്കണം, പ്ലസ് മോഡിസിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കണം, /2 ± i × √0ക്ക് നെഗറ്റീവ് കൊടുത്തിട്ട് കാര്യമില്ല, 0 + 1/2 ±റൂട്ടിനകത്ത് 1/2 ± i ×
ഓഫ് 1/2. ഇനി ഇമാജിനറി പാർട്ട് ഓഫ് 0 + 1 ഈസ് പോസിറ്റീവ്. Therefore choose same sign for real and imaginary parts. Therefore root of 0 + 1 is equal to 1/√2 plus or minus I into 1/√2 and minus 1/√2 plus or minus I into 1/√2. രണ്ടും പോസിറ്റീവ് അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ്. 18 കൂടി പഠിക്കാൻ കാരണം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സ്ക്വയർ റൂട്ട് ഈ പടം വരച്ചുള്ള ഈ കണക്കിന് എന്താ പ്രശ്നം ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു തന്നില്ലേ, എങ്ങനെയാണ് ആർ എടുക്കുന്നത്, എങ്ങനെയാണ് തീറ്റ എടുക്കുന്നത്. പിയിൽ വരുന്ന കോംപ്ലക്സ് നമ്പറും ഒറിജിനിൽ നിന്ന് പിയിലേക്കുള്ള ആ ദൂരം അത് 6. പിന്നെ പോസിറ്റീവ് എക്സെഷൻ ഇതാണോ ഇന്ന് ഇങ്ങോട്ടുള്ള ആക്സിസാണ് പോസിറ്റീവ് എക്സ് ആക്സിസ്, അവിടുന്ന് ഒ പിയിലേക്ക് വരുന്ന ആംഗിളാണ് തീറ്റ. അടുത്ത ക്യൂവിൽ വരുന്ന കോംപ്ലക്സ് നമ്പർ വന്നപ്പോൾ ഒ ക്യു ആണ് 1 6 വന്നത്. പോസിറ്റീവ് എക്സെഷനിൽ നിന്ന് ഈ ഒ ക്യു എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റിലേക്ക് വരുന്ന ആംഗിൾ 45 ഡിഗ്രി. അത് റേഡിയോമെട്രി പറഞ്ഞതേ ഉള്ളൂ. π/4 അതാണ് തീറ്റ. എന്നിട്ട് പോളാർ ഫോം എഴുതാനാണോ പാടിക്കുന്നത്? ഒരു പാടില്ല. 18 കൂടെ നമുക്ക് പഠിക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഫോർ വിച്ച് 2s² + ts + k = 0 ഹാസ് നോ ഇമാജിനറി സൊല്യൂഷൻ. ഏത് കെയുടെ വിലയ്ക്കാണ് ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഇമാജിനറി സൊല്യൂഷൻ ഇല്ലാത്തത്? 2s² + ts + k = 0. A2 B3 C K ആണ്. എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഹാസ് നോ ഇമാജിനറി സൊല്യൂഷൻ. എപ്പോഴാണ് ഇമാജിനറി സൊല്യൂഷൻ? ഐയുള്ള ഭാഗം തന്നെ റൂട്ടിനകത്ത് നെഗറ്റീവ് വരുമ്പോൾ. അപ്പോൾ റൂട്ടിനകത്ത് വരുന്ന ഭാഗം ഏതാ? -b ± √b² - 4ac. റൂട്ടിനകത്ത് വരുന്ന ഭാഗം b² - 4ac ആണ്. ആ b² - 4ac ഒന്നുകിൽ 0 വരിക അല്ലെങ്കിൽ 0യേക്കാൾ കൂടുതലായിട്ട് വരിക. അപ്പോൾ ഒരിക്കലും ഇമാജിനറി സൊല്യൂഷൻ വരില്ല. 0 വന്നാലും കുഴപ്പമില്ല, 0യുടെ റൂട്ട് 0 എന്ന് അങ്ങ് എടുത്ത് പോയിക്കോളും. പക്ഷേ 0യേക്കാൾ കൂടിയത്, അതായത് പോസിറ്റീവ് സംഖ്യ വന്നാൽ ഒരിക്കലും ഐ വരില്ലല്ലോ. റൂട്ട് പോസിറ്റീവ് സംഖ്യയ്ക്ക് വരുമ്പോഴല്ലല്ലോ ഐ വരേണ്ടത്. അപ്പോൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഹാസ് നോ ഇമാജിനറി സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ്റെ. ഇംപ്ലൈസ് b² - 4ac > 0 ആണ്. b² എന്ന് പറയുന്നത് 9 -4 × 2 × k ആണ് 4ac > 0. അപ്പോൾ 9 - 8k ആണ് > 0. അപ്പോൾ ഇനിക്വാളിറ്റി പഠിച്ചില്ലേ? -8k അപ്പുറക്കുണ്ടാവും. 9 > 8k. അപ്പോൾ 8k വേണമെങ്കിൽ ഇങ്ങനെ ശരിക്കും കൊണ്ടുവരാം. അപ്പോൾ 8kയുടെ നേരെ കൂർത്ത വെച്ചിരിക്കണം. അപ്പോൾ 8k ചെറുതാണ്. 8k < 9. 9 തന്നെയാണ് വലുത്. ഇനി 8 കൊണ്ട് 2 സൈഡ് ഹരിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? പോസിറ്റീവ് 8 കൊണ്ട് ഹരിക്കുമ്പോൾ < മാറ്റം വരില്ല. അപ്പോൾ 8 കൊണ്ട് ഹരിക്കുമ്പോൾ k < 9/8. അങ്ങനെ kയുടെ വില 9/8 വരികയോ അതിൽ കുറവ് വരികയോ ചെയ്യണം. എന്തിനാ? ക്വാഡ്രാറ്റിക് ഇക്വേഷന് നോ ഇമാജിനറി സൊല്യൂഷൻ വരാൻ വേണ്ടി. റെപ്രസെൻ്റ് ദി കെ വാല്യൂ ഓഫ് കെ ഓൺ നമ്പർ ലൈൻ. നമ്പർ ലൈൻ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? ആരോ മാർക്ക് ഇടണം. -∞ ഇൻഫിനിറ്റി എന്ന് എഴുതണം. എവിടെയെങ്കിലും 0 അടയാളപ്പെടുത്തണം. ഏകദേശം നടുഭാഗത്ത് 9/8 0 കഴിഞ്ഞ് ഇപ്പുറത്താണുള്ളവനെ 9/8 വരാം, അതിനേക്കാൾ ചെറുതും വരാം കെ. അപ്പോൾ 9/8 വരാം. അവിടെ കറുപ്പിക്കണം. കറുത്ത വട്ടമാണിത്. 9/8 കറുത്ത വട്ടം, അതിനേക്കാൾ ചെറുതാണ് കെ. അപ്പോൾ ഇങ്ങേ സൈഡിലേക്കാണ് വരേണ്ടത്. 9/8 ഉൾപ്പെടെ അതിനേക്കാൾ ചെറുതാണ് കെ. കെയുടെ നേരെ കൂർത്ത വശം. അപ്പോൾ കെ 9/8 അതിനേക്കാൾ ചെറുതും. അപ്പോൾ 9/8 കറുപ്പിച്ചിട്ട് ഇങ്ങോട്ട് വരയ്ക്കുക. പിന്നെ നമ്മൾ പഠിച്ചത് 13, 14, 15, 16, 17, 18 ആണ്. അതിലൊരു കണക്കും 2 കണക്കൊക്കെ വളരെ ചെറുതാണ്. അത്രയും മതി. 18 വരെയുള്ള കണക്കുകൾ പഠിച്ച് പരീക്ഷ എഴുതുക. ഇനി നമുക്ക് എണ്ണം നോക്കിയേക്കാം. കാരണം നമ്മുടെ സിലബസിന് കുറവൊന്നുമില്ല. എല്ലാ പാഠവും പഠിക്കണമെന്ന് അറിയിച്ചല്ലോ. അപ്പോൾ ഇത് പഠിച്ചു തീർക്കണമെങ്കിൽ കുറേ ഉണ്ട്. അതുകൊണ്ട് 29 കണക്കാണ് ഉള്ളത്. കണക്കിൻ്റെ എണ്ണം നോക്കിയേ ഉള്ളൂ. 29 കണക്ക്, 29 കണക്ക്. കണക്കുകളൊക്കെ വെറും സിമ്പിളാണ്, എളുപ്പമാണ്. നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യാൻ പഠിച്ചിരിക്കണം. ഫോർമുലകൾ ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കണം. അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ട്രിഗ്നോമെട്രി പഠിപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ തീറ്റ എടുത്ത കാര്യം വെറും സിമ്പിളായിട്ട് അന്നേരം വന്നോളും. ഇപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട. പോളാർ ഫോമിൽ തീറ്റ കണ്ട സ്ഥലങ്ങൾ ഒന്ന് കോളം വരച്ച് വെച്ച് ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇപ്പം 18 വരെയുള്ള കണക്കുകളാണ് ഇപ്പോൾ പഠിപ്പിച്ചത്. ഇപ്പോൾ 13, 14, 15, 16, 17, 18 6 കണക്കുകൾ പരീക്ഷ.